ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് സുഖം തന്നെയാണ്. കാരണം ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വരുന്ന വിഷയം എന്ന് വെച്ചാൽ ഒരു വീഡിയോയുടെ കാര്യമാണ്. കാരണം ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ BB ഹൗസിനുള്ളിൽ ഒരു മത്സരാർത്ഥി, അതായത് ആര്യൻ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥിയുടെ ഒരു വീഡിയോ കണ്ടപ്പോൾ അതിനടിയിൽ ചെന്ന് ജസ്റ്റ് ഒരു കമൻ്റ് ഇട്ടു, വാ തുറന്നാൽ പോയി എന്നുള്ള ജസ്റ്റ് ഒരു കമൻ്റ് ഇട്ടു. ആ കമൻറ്റ് ഇട്ട കുറച്ച് സമയത്തിനുള്ളിൽ അവൻ്റെ ഒരു ഫാൻ പേജ് എന്ന് പറയുന്ന ഒരു പേജ് തുടങ്ങി. അവൻ്റെ ആ ഒരു മെൻഷൻ ചെയ്തുള്ള പേജ് തന്നെയാണെന്ന് പറയാം. അതിനകത്ത് ഒരു വ്യക്തി വന്ന്, അല്ലെങ്കിൽ ആ പേജിൽ നോക്കുന്ന വ്യക്തി ആയിരിക്കാം അല്ലായിരിക്കാം, ആ വ്യക്തി വന്ന് എന്നെ പരസ്യമായി മോശം വാക്കുകൾ പറയും. അതായത് ഒരു സ്ത്രീയെ ഒരിക്കലും ഒരു വ്യക്തി വിളിക്കാൻ കൊള്ളാത്ത ഒരു വേർഡ്, അതായത് വേശി എന്ന്. കാരണം ആ ഒരു വേർഡ് പറയുകയും എന്നെ അപമാനിക്കുകയും ചെയ്തു. കാരണം ഒരിക്കലും ഞാൻ ഒരു വൃത്തികെട്ട രീതി ഒന്നും ആ വ്യക്തിനെ പറയില്ല. വാ തുറന്നാൽ പോയി എന്നൊരു വേർഡ് മാത്രമാണ് ഞാൻ എഴുതി. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഉള്ള സ്ത്രീകൾക്ക് ഈ ആര്യൻ എന്ന് പറയുന്ന വ്യക്തിയെ കുമ്പിട്ട് തൊഴുത് നിൽക്കണോ? ഇല്ലെങ്കിൽ അവനെല്ലാ ലൈക്കും കൊടുത്ത് അവൻ നല്ലവനാന്ന് വാഴ്ത്തപ്പെടണോ? എല്ലാം ചോദിക്കുകയാണ്. ഇത്രയും നീചമായ രീതിയിൽ എനിക്ക് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ഞാൻ വേശ്യാന്ന് പറയാൻ ഞാൻ എന്ത് തെറ്റാണ് ആ വ്യക്തിയോട് കാണിച്ചത്, ഇല്ലെങ്കിൽ ആര്യനോട് കാണിച്ചത്? കാരണം BB ഹൗസിൽ നമ്മൾ സെക്കൻഡ് ഡേ നമ്മളെല്ലാവരും കണ്ടതാണ് അവൻ കാണിച്ചു കൂട്ടിയ പരിപാടി എന്താണെന്ന്. കാരണം അവിടെ ഉള്ള ഒരു പെണ്ണ് ഒരു അടിവസ്ത്രം ഊരി കഴുകാനിട്ട് ഉണക്കാനിട്ട സ്ഥലത്ത് നിന്ന് അത് പൊക്കി ക്യാമറയുടെ മുമ്പിൽ കാണിക്കുകയും അവൻ വലിയ വാചകത്തോടെ ഞാനാണത് ക്യാമറ മുമ്പിൽ കാണിച്ചതെന്ന് പറയുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഈ ആര്യൻ എന്ന് പറയുന്ന വ്യക്തി. അവന് കൂടിപ്പോയാൽ 20, 24, 25 വയസ്സിനുള്ളിലുണ്ട്. തീർച്ചയായിട്ടും പറയാം, 25 വയസ്സിനുള്ളിൽ ഒരു വ്യക്തിയാണ് അവൻ ആ ഒരു കാര്യം കാണിക്കുകയും സ്ത്രീകൾക്കൊരു ബഹുമാനം കൊടുക്കാത്ത രീതിയിൽ പലതും അവിടെ കാണിച്ചെന്ന് പോലും അതിനകത്തുള്ള മത്സരാർത്ഥികൾ തന്നെ BB ഹൗസിനുള്ളിൽ ചർച്ചയാക്കിയതാണ്. നിങ്ങളെല്ലാവരും കണ്ടിട്ട്, ഞാൻ 24/7 ഇത് മുടങ്ങാതിരുന്ന് കാണുന്ന ഒരു വ്യക്തിയാണ്. അന്നേരം അവനെ പ്രൊമോട്ട് ചെയ്യുന്ന വ്യക്തികൾ ഏത് രീതിയിലാണ് ഞാൻ വേശി എന്ന് പറഞ്ഞതിന് എനിക്ക് സമാധാനം പറഞ്ഞേ പറ്റൂ. കാരണം ഞാൻ അതിൻ്റെ എല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് കാട്ടുണ്ട്. ഇവ BB ഹൗസ് അത് ചെന്നിട്ട് മാക്സിമം പോയാൽ ഒരു 5-6 ദിവസം ആവുന്നതേ ഉള്ളൂ. ഇന്നുകൂടെ കൂട്ടിയപ്പം 5 ദിവസം പറയാം. 5-6 ദിവസം ആവുന്നു. ഈ 6 ദിവസത്തിനുള്ളിൽ അവൻ പുറത്തുള്ള സ്ത്രീകൾക്ക് അവൻ്റെ ഗ്രൂപ്പ് കൊടുക്കുന്ന ബഹുമാനം നോക്കണം. ഇല്ലെങ്കിൽ അവനൊരു തോന്നിവാസം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവനെ ചീത്ത പറയുകയോ ചെയ്തൊരു വ്യക്തിയായിരുന്നെങ്കിൽ ശരി, ഓക്കെ എന്ന് പറയാം. വാ തുറന്നാൽ പോയി എന്ന് പറഞ്ഞതിന് ഇവൻ എന്നെ വേശി എന്ന് വിളിക്കാൻ ഏതർത്ഥത്തിലാണ് അവൻ എന്നെ വേശി എന്ന് വിളിച്ചത്? ഇല്ലെങ്കിൽ അവൻ വിളിച്ച തെറികളൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ കൊള്ളാത്ത രീതിയിലാണ് തെറികൾ വിളിച്ചിരിക്കുന്നത്. എന്ത് കാര്യത്തിനാണ് അവൻ ആ ഒരു വിളി എന്നെ വിളിച്ചത്? ഞാൻ പറയുന്നില്ല, ഒരു സ്ത്രീനെ ഒരു വേശിന്ന് ഒരുത്തം വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ തന്തയ്ക്ക് തന്നെ വിളിക്കും, ഏതൊരു പെണ്ണുങ്ങളും വിളിക്കും. അത് ഞാൻ ചെയ്തിട്ടുണ്ട്, ചെയ്തില്ല എന്ന് ഒരിക്കലും പറയുന്നില്ല. തന്തയ്ക്ക് തിരിച്ച് വിളിച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല, എടുത്തില്ല എന്ന്. ഞാൻ തെറി വിളിച്ചിട്ടില്ല. എന്നെ പറഞ്ഞതിന് മര്യാദയായിട്ട് തന്തയില്ലാത്ത രീതിയാണ് അവൻ കാണിക്കുന്നതെന്ന് പറയാം. അവൻ്റെ വീട്ടിലുള്ളവരെ വിളിക്കുന്ന അതേ മെത്തേഡ് തന്നെയാണ് ഇവൻ്റെ കൂട്ടത്തിലുള്ള ഒരുത്തനല്ലേ പോയാൽ അവിടെ അത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവൻ്റെയൊക്കെ സംസ്കാരം എന്താന്ന് നമ്മൾ കണ്ട് മനസ്സിലാക്കണ്ടേ? ഇവനൊക്കെ എങ്ങനെ നമ്മൾ വോട്ട് ചെയ്യും? ഇപ്പോൾ ഒരു സാധാരണ ഒരു വീട്ടമ്മയായ എന്നെ അവൻ ഒരു കാര്യവുമില്ലാതെ വന്ന് ഈ പരസ്യമായിട്ട് എന്നെ വേശിന്ന് വിളിക്കേണ്ട എന്ത് ധൈര്യം അവനിരുന്നത്? അല്ലെങ്കിൽ എന്താണ് അവൻ എന്നെക്കുറിച്ച് ചിന്തിച്ചിരുന്നത്? എന്നിട്ട് അവൻ്റെ അമ്മ അവൻ ഇങ്ങനെയാണോ വിളിക്കുന്നത്? ഈ ലോകത്തെ സ്ത്രീകളെ ഇങ്ങനെ വിളിക്കാൻ ഇവൻ ആരാ ധൈര്യം കൊടുത്തത്? ഇല്ലെങ്കിൽ ഇവൻ എന്തിനാണ് എന്നെ അങ്ങനെ വിളിക്കേണ്ട കാര്യം എന്തായിരുന്നത്? ഞാൻ മെസ്സേജ് ഇത്രയേ ഉള്ളൂ, വാ തുറന്നാൽ പോയി. അതിനെന്താണ് ഒരു തെറ്റുണ്ടായിരുന്നത്? അവൻ സംസാരിക്കുന്ന സംസാരം കണ്ടിട്ടല്ലേ ഞാനൊരു സ്ത്രീയായി ഞാൻ പറഞ്ഞത്. അതിൽ അവൻ എന്നെ വന്ന് വിളിച്ച വിളികൾ, ഞാൻ കിളവിയാണ്, തീർച്ചയായിട്ടും ഞാൻ കിളവിയാവും. അത് അങ്ങനെ തന്നെയാണ്. ഇപ്പം അവൻ ചെറുപ്പക്കാരനായിട്ട് ജീവിതകാലം മൊത്തം ഇങ്ങനെ ഇരിക്കുമോ? അവൻ ഇന്ന് 20 വയസ്സാണെങ്കിൽ ഒരു 10 വർഷം കഴിഞ്ഞ് അവന് 30 വയസ്സാണ്. അവനും കിളവിയാവും, അവൻ്റെ അമ്മ കിളവിയാവും, അവൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് അവരെല്ലാവരും വൃദ്ധന്മാരും വൃദ്ധകളും ഒക്കെ ആവും. ഞാൻ മാത്രമല്ല ഈ ലോകത്ത് വൃദ്ധയും വയസ്സൊക്കെ ആവുന്നത്. ഞാൻ പണ്ടൊരു വാക്ക് പറയും, പഴുത്തല വീഴുമ്പം ഈ പച്ചരരുന്ന് ചിരിക്കരുത്. ഇവരൊക്കെ നാളെ ഇതേ മെത്തേഡിലാണ് ഈ ജനറേഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഇവര് ഈ ആയുസ് തീരുതണം വരെ ഇവന് 20 വയസ്സിലോ 22 വയസ്സിലോ നിൽക്കത്തില്ല. ഓരോരുത്തന്മാരും നിൽക്കത്തില്ല. ഓരോ മിനിറ്റും ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും ഓരോ മനുഷ്യർക്കും വയസ്സ് കൂടുകയും ഓരോ നിമിഷം കൂടുകയാണ് ഓരോന്നോരോന്ന്.
എനിക്ക് വയസ്സ് കൂടിയാലോ ഇനി അവനെ കിളവിന്ന് വിളിച്ചാലൊന്നും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ അവൻ വേശിന്ന് വിളിച്ചത് അതെന്തിനാണെന്ന് തീർച്ചയായിട്ടും കേസ് എനിക്ക് അറിയണം. ആര്യൻ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ഏൽപ്പിച്ചിട്ടാണോ പോകുന്നത് കമന്റ് അടിക്കുന്ന സ്ത്രീകളെയൊക്കെ വേശിന്ന് വിളിക്കാന്? കാരണം ചിലപ്പോൾ അവൻ്റെ അമ്മയുടെ പ്രായം കാണുമായിരിക്കും എനിക്ക്. എന്ന് വെച്ച് ഈ ഒരു തെറിയാണോ ഒരു സ്ത്രീനെ വിളിക്കേണ്ടത്? അവനെനിക്ക് തിരിച്ച് വിളിക്കാൻ പറ്റാഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ സംസ്കാരം അതിനെ അനുവദിക്കുന്നില്ല. എന്നാൽ അവൻ്റെ വീട്ടിൽ അവൻ്റെ അമ്മേനെ, അവൻ്റെ പെങ്ങളെ, അവൻ്റെ കുടുംബത്തിലുള്ള എല്ലാ സ്ത്രീകളെ ഇവൻ ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ വിളിക്കുന്നത്. എവിടോ കിടന്നൊരു ബിഗ് ബോസിൽ ഒരുത്തം പോയെന്ന് പറഞ്ഞാൽ അവൻ്റെ ശിങ്കടികൾ വന്ന് വേശി മറ്റേത് വിളിക്കാൻ നമ്മൾ കേട്ടോണ്ടിരിക്കണം. ഈ ലോകത്ത് ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാമിനെ കുറിച്ച് എല്ലാവരും അഭിപ്രായം പറയും. അതുപോലെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അല്ല ഞാൻ അവനെ ചീത്ത വിളിക്കുക, അവൻ്റെ കുടുംബത്തെ ചീത്ത വിളിക്കുക, അല്ലെങ്കിൽ അവൻ്റെ പെങ്ങളെ ചീത്ത വിളിക്കുക, അവൻ്റെ അച്ഛനെ ചീത്ത വിളിക്കുക, അവൻ്റെ അമ്മയെ ചീത്ത വിളിക്കുക ഒന്നും ചെയ്തിട്ടില്ല. വാ തുറന്നാൽ പോയി എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞു. അതിലെന്താ തെറ്റുള്ളത്? അതിന് ഈ നാറി വന്നിട്ട് എന്നെ വിളിച്ച വിളിയാണ് വേശിന്ന്. അവൻ എന്ത് യോഗ്യത ഉണ്ടായിട്ടാണ് ആ ഒരു പേരെന്നെ വിളിച്ചത്? ഞാൻ അവൻ്റെ വീട്ടിൽ ആരെങ്കിലും കൂടെ അങ്ങനെ പോയോ? ഇല്ലെങ്കിൽ ആര്യൻ എന്ന് പറയുന്ന അവൻ്റെ വീട്ടിൽ ഞാൻ ആരെങ്കിലും കൂടെ അങ്ങനെ പോയോ? ഇല്ലെങ്കിൽ പോയെങ്കിൽ വന്ന് പറയട്ട്, എന്നിട്ട് വിളിക്ക്. അതിനൊരു മാന്യതയുണ്ട്. ഞാൻ എൻ്റെ മാന്യമായിട്ടും അന്തസ്സായിട്ടുമാണ് ഞാൻ എൻ്റെ വീട്ടിൽ ജീവിക്കുന്നത്. പിന്നെ വീഡിയോ ചെയ്യുന്നുണ്ട്. ഒരിക്കലും ഞാൻ അവനൊരു വൃത്തികെട്ടവനാണെന്നോ, ഇല്ലെങ്കിൽ അവൻ വേറെ രീതിയാണെന്നോ, ഇല്ലെങ്കിൽ അവൻ മറ്റേവനാണെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. വാ തുറന്നാൽ പോയി എന്നൊരു ആ ഒരു മെസ്സേജിന് എന്താണ് ഇത്രയ്ക്ക് എന്നെ പറയാനുണ്ടായത്? അവൻ പോയിട്ട് 6 ദിവസം പോലും ആവുന്നില്ലല്ലേ. ഈ കേരളത്തിലുള്ള സ്ത്രീകൾക്ക് ഇങ്ങനൊരു മാന്യതയാണോ ഇവൻ തരേണ്ടത്? ഇവനും ഇല്ലേ അമ്മയും പെങ്ങളും ഒക്കെ? ഇപ്പൊ ഈ ആര്യൻ എന്ന് പറയുന്ന ആ വ്യക്തിക്കും ഉണ്ടല്ലോ ഒരമ്മ. അവൻ്റെ അമ്മ വേറെ എല്ലാവരും വിളിച്ചാൽ അവൻ സഹിക്കുവോ? അതറിയണമല്ല. ഒരു പ്രേക്ഷകരെ 24/7 ഞാൻ കാണുന്ന ഒരു വ്യക്തി, BB ഹൗസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അതിൻ്റെ വീഡിയോ റിവ്യൂ ചെയ്യുന്നുണ്ട്. കാണിക്കുന്ന ആര് തെറ്റ് ചെയ്താലും അത് പറയാനുള്ള ഇത് എനിക്കുണ്ട്. എൻ്റെ അവകാശമാണ് ഞാൻ ചെയ്യുന്നത്. അല്ല ആരെ പേഴ്സണലായിട്ട് ചെന്ന് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അവരവിടെ കാണിക്കുന്നത് പ്രേക്ഷകരായ നമ്മൾക്ക് പറയാനുള്ളതാണ്. പറയുമ്പോൾ അവരെ വന്ന് മറ്റേ എന്താ പറയാൻ കൊള്ളാത്ത തേ ചേർത്തും വേശിന്നും ഒക്കെ വിളിക്കാനുള്ള വാക്കുകളല്ല. ഈ തന്തയില്ലാത്ത മോൻ ആരാണ് അധികാരം കൊടുത്തതെന്നാ ചോദിക്കുന്നത്? ഒരു സ്ത്രീൻ്റെ വന്ന് വേശിന്നും താ ചേർത്ത് വിളിക്കാനും ഒക്കെ അധികാരം ഇവൻ ആരാ കൊടുത്തത്? ഈ നാറിക്ക് ആരാ അധികാരം കൊടുത്തത്? അവന് ഒറ്റ തന്തയ്ക്കുണ്ടായ മോനാണെങ്കിൽ അവൻ എൻ്റെ മുമ്പിൽ വരണം. സീരിയസ്ലി പറയാ, ഒറ്റ തന്തയ്ക്കുണ്ടായവനാണെങ്കിൽ ഇവൻ എൻ്റെ മുമ്പിൽ വരട്ടെ. മുമ്പിൽ വന്നവൻ സംസാരിക്കട്ടെ. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ആ ഡാഷ് മോൻ എന്നെ വിളിച്ചത് എന്താണെന്ന്, ആ പരനാറി എന്താണ് എന്നെ പറഞ്ഞതെന്ന്. ഒറ്റ തന്തയ്ക്കുള്ള വെല്ലുവിളിക്കുക. അവൻ ഒറ്റ തന്തയ്ക്കുള്ള മോനാണെങ്കിൽ അവൻ വരട്ടെ, ഞാൻ താമസിക്കുന്നിടത്ത് വരട്ടെ. പറയുന്നതിനും കാണിക്കുന്നതിനും ഈ ബിഗ് ബോസിൽ ചെന്ന ആൾക്കാർ റിവ്യൂ പറയുന്നത് പറഞ്ഞാൽ അവരെ മറ്റേ മോളെ അല്ലെങ്കിൽ മറിച്ചേ മോളെ താഴവും അവന് തോന്നിയ കണക്ക് വിളിക്കാനുള്ളതല്ല. അവന് ചോണയുള്ളവനാണെങ്കിൽ അവൻ്റെ റിയൽ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് മെസ്സേജ് അയക്ക്. അവൻ എവിടെയാന്ന് വെച്ചാൽ അവിടെ ചെന്ന് ഞാൻ കാണാം. പറയാ ഇനി ഇവനെ നെഗറ്റീവ് ഞാൻ പറയത്തില്ല. ഇവൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇല്ലെങ്കിൽ കേരളത്തിലുള്ള സ്ത്രീകളെ ഇവരെന്താ ചെയ്യാൻ പോകുന്നത്? കേരളത്തിലുള്ള സ്ത്രീകളെ കുറിച്ച് ഇവൻ എന്താ ചിന്തിച്ചത്? എല്ലാ പെണ്ണുങ്ങളും മറ്റേ പണി ചെയ്തുകൊണ്ട് ജീവിക്കുന്നതാണെന്നാ? ഒരു വീഡിയോ വന്ന് കമന്റ് അടിച്ച അവൾ മറ്റേവളാവുമെന്നാ? നാണം കെട്ടവൻ. സൂക്ഷിച്ചാലും നിനക്കൊക്കെ കൊള്ളാം. വല്ലോടത്തിരുന്ന് വീഡിയോ ചെയ്ത് വല്ലവൻ്റെ നക്കി തിന്നുന്നുണ്ടെങ്കിൽ അത് തിന്നിട്ട് ജീവിക്കുക. അല്ലാതെ ഞാനൊന്നും ഒരിക്കലും ഒരു മുഖം മറച്ച് ഒന്നും ചെയ്തിട്ടില്ല. ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ അക്കൗണ്ടിൽ തന്നെ ചെന്നാണ് ഞാൻ വാ തുറന്നാൽ പോയെന്ന് പറഞ്ഞത്. ഇവനൊക്കെ അതല്ല ചെയ്യുന്നത്. ഇവനൊക്കെ വേറെ പല അക്കൗണ്ടിൽ ഇരുന്നിട്ടാണ് ഈ മെസ്സേജ് അയക്കുന്നത്. ഒരാര്യൻ മാത്രമല്ല ബിഗ് ബോസിലുള്ളത്, പല വ്യക്തികൾ വന്നു. ഇത് 7ാമത്തെ സീസണാണ്. ഈ 7ാമത്തെ പലയിടത്ത് പല വ്യക്തികളും വന്നു പോണ്ട്. ഇതിനെക്കാട്ടി വലിയ കൊമ്പന്മാർ വന്ന് അവിടെ ഇരിപ്പുണ്ട്. അവരാരും സ്ത്രീകളെ ഇങ്ങനെ പറഞ്ഞത് കേട്ടില്ല. ഇവന്റെ ഫാൻ പേജ് നോക്കുന്ന ഇല്ലെങ്കിൽ ഇവന്റെ PR വർക്ക് ചെയ്യുന്നവർ മാത്രം എന്തിനാണ് സ്ത്രീകളെ ഇങ്ങനെ വേശി എന്ന് വിളിച്ചത്? അതിന് സമാധാനം ഇവൻ പറഞ്ഞേ പറ്റൂ. കാരണം ഞാൻ അതിൻ്റെ എല്ലാ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുകയാണ്. ഇവൻ ഒരുത്തം പോലും ഇവനെ വോട്ട് ചെയ്യരുത്. ഇവരൊന്നും ഒരിക്കലും കപ്പെടുത്തോണ്ട് പോകാൻ പോകുന്നില്ല. അത് 100% പറയാം. കാരണം കേരളത്തിലുള്ള സ്ത്രീകളെ മറ്റേ അവൻ്റെയൊക്കെ PR ആൾക്കാരെ കൊണ്ട് മറ്റേ മോളെ മറിച്ചേ മോളെന്നും കമന്റ് ഇടുന്ന ആൾക്കാരെ കൊണ്ട് വിളിപ്പിച്ചിട്ട് ഇവനൊക്കെ എവിടാ പോകുന്നത്? ഇവരൊന്നും ഒരിക്കലും അവിടെ ഒരു 100 ദിവസം പോലും തികച്ച് നിൽക്കാൻ പോകുന്നില്ലെന്ന് എഴുതി തരാം ഈ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട്.
അതിപ്പോ ആൾക്കാരെയൊക്കെ എന്തെല്ലാം പറയുന്നുണ്ട്. ഇത് ഞാൻ രാവിലെ അനീഷിനെ കുറിച്ച് പറഞ്ഞല്ലോ, അവന്റെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വന്ന് എന്നെ ചീത്ത പറഞ്ഞോ? കാരണം കമന്റ് അടിക്കുകയും പറയുകയും ചെയ്തത് നമ്മുടെ അവകാശമാണ്, നമ്മളിത് കാണുന്ന വ്യക്തികളാണ് എന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കലും അവരുടെ പേഴ്സണൽ ലൈഫിലോട്ട് ചെന്ന് അവരെ ചീത്ത പറയുകയൊന്നും ചെയ്തിട്ടില്ല. അവരവിടെ കാണിക്കുന്നത് ആ ബിബി ഹൗസിനകത്ത് കാണിച്ച പ്രവൃത്തികൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിന് എവിടെയോ കിടന്ന ഒരു തന്തയില്ലാത്ത മോൻ വന്നിട്ടാണ് എന്നെ ഇങ്ങനെ പറഞ്ഞത്. അത് വേശിന്ന് അവന്റെ അമ്മ വേശി ആയതുകൊണ്ടായിരിക്കല്ലോ വേറുള്ള സ്ത്രീകളെ കാണുമ്പോഴും വേശി എന്ന് അവന് തോന്നുന്നത്. ആദ്യം അവൻ പോയി ഒരു സ്ത്രീയെ വേശിന്ന് വിളിക്കുമ്പോൾ സ്വന്തം വീട്ടിലെ അടുക്കളയും സ്വന്തം പരിസരവും ക്ലീൻ ചെയ്തിട്ട് വേണം വേറുള്ള സ്ത്രീകളെ വിളിക്കാൻ വരാൻ. അത് ആ നായിന്റെ മോനൊന്ന് സ്വന്തം അമ്മയൊന്ന് പറഞ്ഞു കൊടുത്താൽ കൊള്ളാം. സ്ത്രീകളെ വിളിക്കുമ്പോൾ മര്യാദയ്ക്ക് സംസാരിച്ചോണം. മോനോടാണെങ്കിൽ അമ്മച്ചി പറഞ്ഞു കൊടുത്തോണം. അവൻ ഒറ്റ തന്തയുള്ള മോനാണെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാൻ പറയും നേരിട്ട്. അവൻ്റെ പല്ലടിച്ചാൻ വായിക്കാത്തിടും നായിന്റെ മോനെ വേശിന്ന്. അത് അവൻ്റെ അമ്മച്ചിനെ വിളിക്കാൻ പറ, അല്ലെങ്കിൽ അവൻ്റെ പെങ്ങളെ വിളിക്കാൻ പറ. അല്ല, ലോകത്തുള്ള പെണ്ണുങ്ങളെ അല്ല വിളിക്കേണ്ടത് ഈ വിളി. നാണം കേട്ട നാറി നടക്കുന്ന അവനൊരു ഫാൻ പേജുമായിട്ട്. ഈ പേജിനെ മെൻഷൻ ചെയ്ത് തന്നെ ഞാൻ ഈ വീഡിയോ ഇടും. കാരണം ഇതിനകത്ത് ഇവൻ പറഞ്ഞിരിക്കുന്ന വാക്കുകളൊക്കെ എന്താണെന്ന് നിങ്ങൾ കാണണം കേസ്. ഇവന് ഒരു വോട്ട് പോലും നമ്മൾ ചെയ്യരുത്. കാരണം ഇന്ന് ഇവൻ എന്നെ വിളിച്ചെങ്കിൽ നാളെ നിങ്ങളെ വിളിക്കും. അത് 100%. ഞാനൊരു വീട്ടമ്മയാണ്, എനിക്ക് അവകാശമുണ്ട്. എന്നെ ഒരു വേശിന്ന് ഒരുത്തം വന്ന് വിളിക്കേണ്ട ഒരവകാശങ്ങളും ഇല്ല. ഞാൻ എൻ്റെ വീട്ടിലെ അന്തസ് അഭിമാനത്തോടാണ് ഞാൻ ജീവിക്കുന്നത്, ജോലി ചെയ്താണ് ജീവിക്കുന്നത്. അവൻ എന്നെ വന്ന് ആ പേര് വിളിക്കേണ്ട എന്ത് കാര്യമാണ് ഉണ്ടായിരുന്നത്? ഫാൻ പേജ് നോക്കുന്നെങ്കിൽ ആ പേജ് നോക്കി അന്തസ്സായിട്ട് ജീവിക്കുന്നതല്ല. നാട്ടിലുള്ള സ്ത്രീകളെ അല്ല അവൻ ഈ വഴി വിളിക്കേണ്ടത്. നാണമാനം കേട്ട ജാതി. ഇത് തന്നെ പറയും. നല്ല ഒരുത്തനും ഇങ്ങനെ ഈ ഒരു പേര് പറയത്തില്ല ഒരു സ്ത്രീകളെ. എവിടെ കിടന്ന വെടല വേശിന്നോല. നിന്റെ അമ്മയാടാ അത്, അല്ലെങ്കിൽ നിന്റെ വീട്ടിലുള്ളവരാടാ നാറി പന്ന മോന്. നിന്നെ എനിക്ക് തിരുത്തി വിളിക്കാൻ പറ്റാഞ്ഞിട്ടല്ല, എനിക്കൊരു സംസ്കാരമുണ്ട്. അതുകൊണ്ടാണ് മോനെ നിന്നെ ഞാൻ എല്ലായിടത്തും ഡാഷ് ചേർത്ത് വെച്ചത്. അത് അങ്ങേ അറ്റത്തെ വിളിയാണ് ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നത്, ഡാഷ് മോനെ. എന്നിട്ട് അവനൊരു പേജും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു ആര്യൻ. അവനെ കണ്ടപ്പോ ഭയങ്കര തൊലിവെളുപ്പം. അതെന്താ ആ സംസ്കാരം എന്താ അവനില്ലാത്തത്? അവന്റെ കൂടെ ഉള്ളവർക്ക് എന്താ ആ സംസ്കാരം ഇല്ലാതായിപ്പോയത്? ഈ തന്തയില്ലാത്ത മോൻ കാണിക്കുന്നത് നിങ്ങൾ കണ്ടോണ്ടിരുന്നതല്ലേ? അവന്റെ പേജ് മെൻഷൻ ചെയ്തിട്ടാണ് ഈ ഫാൻ പേജ് തുടങ്ങിയിരിക്കുന്നത്. ഈ തന്തയില്ലാത്ത മോൻ വന്ന് കാണിക്കുന്നത് അവന്റെ പേജ് ഇപ്പം നോക്കുന്ന വ്യക്തികൾ കണ്ടോണ്ടിരിക്കുകയാണല്ലോ. ഈ നാറി എന്തൊക്കെയാ കാണിച്ചിരിക്കുന്നതെന്ന്, ഈ തന്തയില്ലാത്ത മോൻ എന്തൊക്കെയാ കാണിച്ചിരിക്കുന്നതെന്ന്. ഒരു വാ തുറന്നാൽ പോയിന്ന് പറയും. ഇത്ര വലിയ അന്താരാഷ്ട്ര പ്രശ്നമായിട്ട് ഒരു സ്ത്രീയെ വേശിന്ന് വിളിക്കാനുള്ള ലൈസൻസ് ആവുമെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. ഈ ബിഗ് ബോസ് ഇങ്ങനെയുള്ള വ്യക്തികളെയാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. സ്ത്രീകളെ ബഹുമാനിക്കാനും ഒരമ്മയുടെ പ്രായമുള്ള സ്ത്രീയെ പോലും ബഹുമാനിക്കാൻ കഴിവില്ലാത്ത ഇങ്ങനെയുള്ള നാറിച്ചെറ്റകളെയാണ് ബിഗ് ബോസ് എടുത്ത് വെച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞിട്ടില്ലായിരുന്നു. അവരെ കണ്ടപ്പോൾ ആനില്ല നല്ലൊരു മാന്യൻ ചെക്കൻ, വോട്ട് കൊടുക്കണമെന്നൊക്കെ തന്നെയാണ് വിചാരിച്ചിരുന്നത്. സീരിയസ്ലി പറയാണ്, നല്ലൊരു മാന്യനായ ചെറുക്കൻ, കാണാനൊരു സ്മാർട്ട് പയ്യൻ എന്ന് തന്നെ ഞാൻ അവനെ ഫസ്റ്റ് കണ്ടപ്പോൾ ഞാൻ വിലയിരുത്തിയത്. പിന്നെ ജട്ടിക്കേസ് വന്ന്, പിന്നെ ഈ ഒരു പ്രശ്നം വന്ന്, അവൻ പല ആൾക്കാരുടെ കൂടെ ഗ്രൂപ്പ് ചേർന്ന് കളിക്കുന്ന മാതിരി ഫീൽ ചോദിച്ചപ്പോൾ തുറന്നപ്പോൾ പറഞ്ഞത് തന്നെയാണ്, വാ തുറന്നാൽ പോയിന്ന്. എന്താ തെറ്റ്? ഞാൻ എൻ്റെ കാഴ്ചപ്പാടിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതിന് ഈ പേജ് നോക്കാൻ വരുന്ന തെണ്ടി അവൻ ഏത് കാഴ്ചപ്പാടിലാണ് എന്നെ ആ വിളിച്ചതെന്ന് അവൻ പറഞ്ഞേ പറ്റും. അവൻ്റെ അമ്മേനെ, അവൻ്റെ പെങ്ങളെ, അവൻ്റെ മറ്റവളെ പോയി വിളിക്കട്ടെ. നാറിപ്പുഴുത്ത മോൻ തെണ്ടി. നാണമുണ്ടോ? അപ്പൊ ചത്തൂടെ നിനക്കൊക്കെ? നടക്കുന്ന ഒരുത്തൻ്റെ പറയിപ്പിക്കാൻ തന്നെ കൊണ്ട്. നീയൊക്കെ തറയാണെങ്കിൽ എൻ്റെ അപ്പുറത്തെ തറയാവാൻ എനിക്ക് ഒരു മടിയില്ല. മാന്യം മര്യാദയായിട്ട് ജീവിക്കുന്ന സ്ത്രീകളെ വേണ്ടാത്ത പേര് വിളിച്ചാലുണ്ടല്ലോ മോനെ, ചുണയുണ്ടെങ്കിൽ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞ നീ ആണെങ്കിൽ നീ ധൈര്യമായിട്ട് എൻ്റെ പേജിൽ വന്നില്ലെങ്കിൽ എന്നെ വന്ന് മെൻഷൻ ചെയ്യടാ, അന്തസ്സുള്ളവരാണെങ്കിൽ. അപ്പം അറിയും നീ വിളിച്ചതിൻ്റെ പ്രവൃത്തി എന്താണെന്ന്. മനസ്സിലായോ? അപ്പം നീ അറിയും. ഞാൻ നോക്കട്ടെ ഇതിന് നടപടി എടുക്കാൻ പറ്റുമോ ഇല്ലേന്ന്. ഈ ഒരു പേജ് പൂട്ടിക്കാൻ പറ്റില്ല, ഞാൻ നോക്കട്ടെ. മനസ്സിലായ? ശവം. ഇത്രയാണ് കേസ് പറയാനുള്ളത്. കാരണം നമ്മൾ